ഹലോ ജിയോ ടാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എവിടെ പോകുന്നതെന്നറിയോ? ഇന്ന് നമ്മൾ ചെറിയൊരു വാക്കിങ്ങിന് പോവാണ്. അപ്പോൾ എന്തൊക്കെയാണ് വഴി നില കാണുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇതൊരു ഇൻസൈഡ് വില്ലേജാണ്. ഈ വില്ലേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കധികം വീടുകൾ കാണാൻ പറ്റത്തില്ല. ഒരു വീട് ശരിക്കും പറഞ്ഞാൽ കണ്ടത് അങ്ങ് അപ്പുറേയാണ്. പിന്നെ അതിന് ശേഷം ഇവിടെ ഒരു വീടുണ്ട്, നിങ്ങൾക്ക് കാണാവോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഒരു വീടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള വീടെന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ അതിന് ശേഷം എൻ്റെ ഈ സൈഡിൽ ഒരു വീടുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇതാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനപ്പുറത്തോട്ട് പുറകിലോട്ട് ഞങ്ങൾ മുന്നോട്ടാണ് പോകുന്നത്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ വീടുകളൊന്നുമില്ല. ഇതാണ് ഇവിടുത്തെ ഒരു വില്ലേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടുത്തടുത്തൊന്നും വീട് കാണത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എല്ലാം കൃഷി സ്ഥലങ്ങളാണ്. ഒരു വീട് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇനി ഫ്രണ്ടിലോട്ട് ഒത്തിരി പോയാൽ മാത്രമേ അടുത്ത വീട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ കൃഷിത്തോട്ടങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാണ്ടോ, ഇങ്ങനെയൊക്കെയാണ്. ആകെ ഈ ഒരു വഴിയിൽ ഇതൊരു സബ് വഴിയാണ്, മെയിൻ റോഡിൽ നിന്ന് സബ് വഴിയാണ്. ഇവിടെ ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5 കിലോമീറ്ററോളം ഞാൻ ഫ്രണ്ടിലോട്ട് നടന്നു വന്നു. ഇവിടെ ആകെ കൂടി ഞാൻ കണ്ടത് 5 വീടുകളാണ്. 5 വീടുകളാണ്. ഇനി ഇവിടെ എല്ലാം ഇങ്ങനെ കൃഷികളാണ്, കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് കുറേ കഴിഞ്ഞ് അങ്ങ് പോകണം. അവിടെ പോയാൽ മാത്രമേ അടുത്ത വീട് കാണാൻ പറ്റുള്ളൂ. ഞങ്ങളിങ്ങനെ നടന്നു വഴിയേ വരുമ്പോൾ സമയത്ത് 2 കുഞ്ഞു വാവകളെ കണ്ടു കേട്ടോ. അവർ ആക്ച്വലി എന്തോ സംഗതി എടുത്തോണ്ടിരിക്കും. എനിക്ക് തോന്നുന്നത് പാമാന്നാ തോന്നുന്നത്. അപ്പം ഞാനത് കാണിച്ചു തരാവേ നിങ്ങൾക്ക്. ഇതേ കണ്ടോ, ഈ കുഞ്ഞു വാവകളാണ് ഇവിടെ ഇരുന്ന് പാം എടുക്കുന്നത്. ഇതേ കണ്ടോ, ഇതാണ് സാധനം. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ. ഞാൻ കമ്പാലയിൽ താമസിച്ചപ്പോൾ അവിടെ കണ്ടിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് ഇതിനകത്തൊരു നമ്മുടെ എന്താ പറയുക, തേങ്ങയുടെ ഒരു സംഗതി പോലെ എന്തോ ഒരു സംഗതി ഉണ്ട് കേട്ടോ. അത് കഴിക്കാൻ കൊള്ളാം. ഇതാണ് സംഗതി. ഇതേ 2 കുഞ്ഞു പിള്ളേരെ. ഇത് നിറയെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഈ മരത്തിൽ നിറയെ ഉണ്ട്. ഇത് വളരെ ചെറിയൊരു മരവാ. താങ്ക് യു. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ചുകൂടെ നടന്നിങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നു. 2 വീട് കണ്ടു കേട്ടോ വരുന്ന വഴിക്ക്. അപ്പം എനിക്ക് വേറൊരു വീട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വില്ലേജിൽ. ഞാൻ ആ വീട് നിങ്ങളെ കാണിക്കാം കേട്ടോ. കണ്ടോ, എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ ആ വീട് സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഭയങ്കര രസമല്ലേ, നല്ലതായിട്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ വീട്. ഞാൻ ഇതുവഴിക്ക് നടന്നു പോകുമ്പോഴത്തേക്കും ഞാനിവിടെ കുറച്ച് സമയം ഇവിടെ നിന്ന് ഈ വീട് ഞാൻ നോക്കിയിട്ടാണ് പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു വീടാണ്. അതിൻ്റെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവരത് പണിതിട്ടുണ്ട്, സെറ്റ് ചെയ്ത് നല്ല ക്ലീനാണ് കേട്ടോ, ഭയങ്കര ക്ലീനുമാണ്. അതുപോലെ വേറൊരു വീട് കേട്ടോ. ഈ വീട് കണ്ടപ്പോൾ നമ്മുടെ ഒരു തറവാട് പോലെയൊക്കെ ഉണ്ട്, പണ്ടത്തെ ഒരു വീടുകളുടെ പോലെ ഉണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തു. ഇതും ഭയങ്കര രസമാണ്, നല്ല ക്ലീനാട്ടോ. ഇവിടെ എല്ലാവരും ഈ വില്ലേജിൻ്റെ എനിക്ക് കാണാൻ പറ്റിയ വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അവർ ക്ലീൻ ചെയ്ത് വെക്കും. നല്ലൊരു ഭംഗിയാണ്. അവിടെ ആരൊക്കെയോ ഉണ്ട്, വാച്ച് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല ക്ലീനായിട്ട് അവർ വീട് സൂക്ഷിക്കാറുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല പൊഴിയുന്ന ആ സമയമാണ്, നല്ല ചൂടുള്ള സമയമാണ്. അപ്പം നമ്മൾ രാവിലെ ക്ലീൻ ചെയ്തിട്ടിരുന്നാലും വൈകിട്ടാകുമ്പോഴത്തേക്ക് വീണ്ടും ക്ലീൻ ചെയ്തെന്ന് പോലും പറയത്തില്ല. പക്ഷേ ഇൻസൈഡ് വില്ലേജിലായിട്ട് പോലും അവർ ഇത്രയും നല്ല ക്ലീനാക്കി ആ വീടും പരിസരമൊക്കെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം. അതുമല്ല, ഈ ചെറിയ എന്താ പറയുക, അവരുടെ മുറ്റം എന്ന് പറയുന്നത് ചെറുതല്ല കേട്ടോ, ഭയങ്കര വലിയ മുറ്റവും ചെറിയ വീടും ഒക്കെ. അപ്പോൾ അത്രയും അവർ ക്ലീൻ ചെയ്ത് വയ്ക്കുന്നത് ഭയങ്കര ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കണ്ടോ, ഈ വീട് എന്തൊരു രസമാണല്ലേ.
വാക്കിങ് തുടരുകയാണ്. ഇനി എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ മെയിൻ റോഡിലെത്തും. യെസ്, ഇതാണ് ഇൻസൈഡ് വില്ലേജ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടോ. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാനായിട്ട്. നല്ല മഞ്ഞൊക്കെ മൂടി ഭയങ്കര രസമാണ് ഈ വില്ലേജ് കാണാനായിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര പൊടിയാണ്. കാരണം ഒന്നാമത് ഈ റോഡ് നിങ്ങൾ കണ്ടല്ലോ, മഡ് റോഡാണ്. അപ്പം അതുകൊണ്ട് ഡസ്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാവും. പിന്നെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഭയങ്കര രസമാണ്. ഇതുവഴി നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ആൾക്കാർ കൃഷി ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വീടുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി അധികമൊന്നുമില്ല, പക്ഷെ ഉള്ള വീടെല്ലാം ഭയങ്കര രസമാണ് കാണാനൊക്കെ ആയിട്ട്. കണ്ടോ, ഇത് ഇച്ചിരി വലിയൊരു നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു വീടാണ് ഇത്. നമുക്കിനി പോകാനുള്ളതാണ് ഈ വഴിക്കാട്ടോ. കുറച്ച് ദൂരം നമുക്ക് പോകാനുണ്ട്. ഈ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഒത്തിരി കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. ഭയങ്കര രസമായിട്ടുള്ള കുറച്ച് സ്ഥലം. ഇനി ഇങ്ങോട്ട് ഇച്ചിരി വീടുകളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ ഇവിടെ ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സമയം 5:11 കുറച്ചും കൂടി താമസിച്ച് വന്നു കഴിഞ്ഞാൽ ഭയങ്കര കിളികളുടെ ഒച്ചയൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ രാവിലെ വന്നാലും ഭയങ്കര രസമാണ് കേട്ടോ ഈ വില്ലേജിലൂടെ നടക്കാനായിട്ട്. ഓൾമോസ്റ്റ് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഇതിൽ കൂടുതലും കാപ്പി കൃഷി, പിന്നെ അതുപോലെ തന്നെ മട്ടോക്കെ, അതായത് പ്ലാന്റേഷൻസാണ്. വാഴ അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലും ഈ ഏരിയയിലൊക്കെ കൃഷി ചെയ്യുന്നത്. കാരണം ഇവിടെ കോഫിയുടെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം. പിന്നെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരുടെ രീതിക്കുള്ള അവരവരുടെ തന്നെ കൃഷികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരൊക്കെയാണ്. ഭയങ്കര സ്നേഹമാണ് ഇവിടുത്തെ ആൾക്കാർ. ഞാൻ ഇതുവഴി നടക്കുമ്പോൾ സംസാരിക്കാറുണ്ട്. നല്ല സ്നേഹമുള്ള ഭയങ്കര സ്നേഹമാണ് ഇവിടുത്തെ ആൾക്കാർ. ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുവഴി നടക്കാറുണ്ട്. കണ്ടോ ബോർവെല്ല്. ഇവിടെ ബോർവെല്ല് കുഞ്ഞുങ്ങളുണ്ട്. അവർ വാട്ടർ എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. നമ്മുടെ ചിഗാവു വില്ലേജിലൂടെ ഉള്ള യാത്രയായിരുന്നു ഇന്ന്. നമ്മൾ ചെറിയൊരു വാക്കിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വഴി ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കൃഷി സ്ഥലങ്ങൾ കാണാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ക്യാബേജ് കൃഷി ഉണ്ടാവും. ഭയങ്കര രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുവഴി വന്നപ്പോഴത്തേക്കും ഇവരത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നൊരു 2 to 1 weeks ബിഫോർ ഇത് പ്ലാൻ ചെയ്യുകയാണ്. ഇപ്പം ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇവിടെ ക്യാബേജ് കൃഷി ഈ ഒരു വില്ലേജ് ക്യാബേജ് കൃഷി കൂടുതൽ ചെയ്യുന്ന വില്ലേജാണ്. അതുപോലെ പൈനാപ്പിൾ കൃഷി ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു ഡിസ്ട്രിക്റ്റാണ് ലുവേരോ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ക്യാബേജിന് ഇവിടെ ഏകദേശം നമുക്ക് ഒരു ക്യാബേജിന് 1000 കൊടുക്കുക. ഒരു ക്യാബേജ് കിട്ടും. അതായത് 20 രൂപ. നമ്മുടെ നാട്ടിൽ 20 rupees ഇവിടുത്തെ ഒരു ക്യാബേജിൻ്റെ വില വരുന്നത്. പിന്നെ അവിടെ ഒരു സംഗതി ഉണ്ടോ, ആ ഒരു ഇലയെല്ലാം വെച്ചിട്ട് ഒരു വീട് പോലെ വെച്ചേക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ കൃഷി നോക്കി നടത്തുന്ന ആൾക്ക് താമസിക്കാനും പിന്നെ ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് വിശ്രമിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സ്പേസാണത്. അതിൻ്റെ അപ്പുറം ഈ ഇഷ്ടിക ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അവിടെ. ഇതാണ് ബ്രിക്സ് ഉണ്ടാക്കുന്ന സ്ഥലം. സാധാരണ ഇവിടെ ആൾക്കാരുള്ളതാണ്. ഇന്ന് ആരെയും കാണാനില്ല, എന്തോന്നറിയില്ല. പിന്നെ ഇത് കഴിഞ്ഞാൽ തൊട്ടപ്പുറം നമുക്ക് കാണാൻ പറ്റുന്നതാണ് മെയ്സ് ഗാർഡൻ. എന്തോ മെയ്സ്
ആക്ച്വലി ഇപ്പോൾ ഈ സമയത്ത് മെയ്സ് വിളവെടുക്കേണ്ട സമയമാണ്. ഇപ്പോൾ ഒരു വിളവെടുപ്പ് സമയമാണ്. ഇത് ഭയങ്കര റെയറായിട്ട് കാണാൻ പറ്റുന്നതിന് ഇവിടെ. ഇത് ഓൾമോസ്റ്റ് അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടിലും ഒരു ചെറിയ രീതിയിൽ കൃഷി ഉണ്ടാവും. അത്യാവശ്യം സാധനങ്ങൾ, അതായത് ടൊമാറ്റോ, ക്യാബേജ്, മെയ്സ്, മട്ടോക്കെ, കസവ, ഇതൊക്കെ സാധാരണ എല്ലാവരുടെ വീട്ടിലും തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് റോഡിൽ എത്താറായിട്ടുണ്ട്. ബീൻസ് രണ്ട് പിള്ളേർ ബീൻസ് എന്താ പറയുക, ബീൻസ് അവരെടുത്തിട്ട് ഒരു വിളവെടുത്തിട്ട് വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ കിഡ്നി ബീൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബീൻസാണിത്. ഇങ്ങനെയും നമ്മൾ കുക്ക് ചെയ്യും, അല്ലാതെ നമ്മളിത് ഉണക്കിയിട്ട് അങ്ങനെയും കുക്ക് ചെയ്യും. ഇവർ അവരുടെ തോട്ടത്തിൽ നിന്ന് കൃഷിയൊക്കെ എടുത്തിട്ട് വിളവൊക്കെ എടുത്തിട്ട് ഇവിടെ വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. ബൈ ബൈ. നമുക്കിനി ഇതുവഴി അതുവഴി ഒരാൾ പോകുന്നുണ്ടോ, അത് അവിടെ നിന്നും കുറേ ഫ്രണ്ടിലോട്ട് പോയി പിന്നെ വീണ്ടും റൈറ്റിലോട്ട് പോയി ഒക്കെയാണ് നമുക്ക് പോകാനുള്ളത്. ഇത് കുറച്ച് നല്ല വലിയ വീടുകളൊക്കെയാണ്, പക്ഷെ ഇവിടെ ആരും താമസിക്കുന്നതൊന്നും നമുക്ക് കാണാനായിട്ടില്ല. കണ്ടോ, അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് റോഡിലെത്താറായിട്ടുണ്ട് കേട്ടോ. എനിക്കിവിടെ നിന്നാൽ ജസ്റ്റ് എനിക്ക് കാണാൻ പറ്റും. അതെ കണ്ടോ, ഇവിടെ കണ്ടോ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ റോഡിൽ എത്തും. അപ്പോൾ ഇന്ന് നമ്മൾ വില്ലേജിൻ്റെ അകത്തൂടെ, ചിക്കാഗോവിനകത്തൂടെ ആയിരുന്നു നമ്മുടെ വാക്കിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ കമൻറ്റിൽ കാരണവും കൂടി അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് എന്നുള്ള കാര്യം കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.